ആദ്യ അപ്ഡേറ്റ് നമ്മുടെ അതിമനോഹരം എന്ന മലയാള സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ് ലഭിച്ചത്. പടത്തിന് ഇനിയുള്ള ഷൂട്ടിംഗ് നമ്മുടെ തൊടുപുഴയിലാണ്. അതിനുശേഷം കൊച്ചിയിലായിരിക്കും. എന്തായാലും സിനിമേൻ്റെ 104 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് കംപ്ലീറ്റ് ആയത്. എന്തായാലും ഓഗസ്റ്റ് അവസാനത്തോടെയൊക്കെ സിനിമേൻ്റെ കംപ്ലീറ്റ് ഷൂട്ട് അവസാനിക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ തൊഴിൽമൂർത്തി കോമ്പോയിൽ വരുന്ന സിനിമയിൽ മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ് ആണ്. പടം ക്രിസ്മസ് റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ തമിഴിൽ നിന്ന് വീണ്ടും ഒരു മണിരത്നം സിനിമ വരാൻ പോവുകയാണ്. നിലവിലെ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് കൊൽക്കത്തയിൽ. അദ്ദേഹത്തിന് ലാസ്റ്റ് സിനിമ പരിശോധിക്കുകയാണെങ്കിൽ തഗ് ലൈഫ് എന്നൊരു മോശം സിനിമ തന്നെയാണ് കമൽഹാസനായിട്ട് വന്നത്. എന്തായാലും പുതിയ സിനിമയിൽ നമ്മുടെ വിജയ് സേതുപതി, സായി പല്ലവി എന്നിവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. മണിരത്നത്തിന്റെ ഏറ്റവും പുതിയ സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ പിറന്നാൾ ദിനമാണ് ഈ വരുന്ന ജൂലൈ മാസം ലാസ്റ്റ് 28-ാം തീയതി. എന്തായാലും ഓണം പ്രമാണിച്ച് ദുൽഖറിന്റെ റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമയാണ് ഐ ആം ഗെയിം. നമ്മുടെ നിഹാസ് ഹിദായത്താണ് സംവിധാനം. മ്യൂസിക് ജേക്സ് വിജയ് ആണ്. പടത്തിന്റെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ജൂലൈ 28-ാം തീയതി. ബെറ്റ് നമ്പർ 1 ഓൺ ജൂലൈ 28 ആണ് പുതിയൊരു പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് ആണ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് ഐ ആം ഗെയിം സിനിമയുടെ ഭാഗത്ത് ഒരു ഹ്യൂഡ് അപ്ഡേറ്റ് ആയിട്ട്. നമ്മുടെ പരിപാടി സിനിമേന്റെ പുതിയ റിലീസ് ഡേറ്റ് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. പടം ഈ വരുന്ന ക്രിസ്മസ് ആണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഒരു അടിപൊളി ഷെഡ്യൂൾ പാക്ക് പോസ്റ്റർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജോജു ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. മ്യൂസിക് നമ്മുടെ യുവ ശങ്കർ രാജ് ആണ്. ജോർജ് അതുപോലെ തന്നെ നമ്മുടെ സൈജു കുറിപ്പൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ ബിഗ് ബഡ്ജറ്റ് സിനിമയായി പരിപാടി എന്ന സിനിമയ്ക്ക്. യാഷ് അതുപോലെ തന്നെ ഗീതു മോഹൻദാസ് കോമ്പോയിൽ വരാൻ പോകുന്ന അന്യഭാഷ സിനിമയാണ് ടോക്സിക്. എന്തായാലും പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് പുതിയൊരു പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ രവി ബസൂറാണ് സിനിമയിൽ മ്യൂസിക്. ഗീതു മോഹൻദാസ് ആണ് സിനിമ സംവിധാനം. ഓഗസ്റ്റ് 26-ാം തീയതിയാണ് പടം റിലീസ്. ചോരയിൽ സിഗരറ്റ് വലിക്കുന്ന അല്ലെങ്കിൽ സിഗർ യൂസ് ചെയ്യുന്ന നമ്മുടെ യാഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. പടത്തിന്റെ പ്രൊമോഷൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സോങ് അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ട്. അടുത്ത അപ്ഡേറ്റ് യോഗി ബാബു അതുപോലെ തന്നെ നമ്മുടെ രവി മോഹൻ ഡയറക്ഷനിൽ വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആൻ ഓർഡിനറി മാൻ എന്ന സിനിമ. എന്തായാലും സിനിമയുടെ ഭാഗത്ത് നമ്മുടെ യോഗി ബാബുവിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ രവി മോഹന്റെ ആദ്യ ഡെബ്യൂട്ട് സിനിമ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നല്ലൊരു സിനിമയ്ക്കായിട്ട്. എന്തായാലും പോസ്റ്ററിൽ നമ്മുടെ യോഗി ബാബു കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന സിനിമേന്റെയാണ്. സൂര്യയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. സൂര്യയുടെ മമിത ബൈജു സിനിമ. ജി.വി. പ്രകാശാണ് സിനിമയിലെ മ്യൂസിക്. വെങ്കിയാണ് സിനിമ സംവിധാനം. ഓഗസ്റ്റ് 14-ാം തീയതിയാണ് പടം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നിലവിലെ പടത്തിന്റെ ഭാഗത്ത് സെക്കൻഡ് സിംഗിളും അങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് നിലവില്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യയുടെ 47 എന്ന സിനിമയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്ററാണ്. ഒരു ലോലിപോപ്പ് പിടിച്ച് നിൽക്കുന്ന നമ്മുടെ സൂര്യണ്ണന്റെ ഒരു കൈ മാത്രമാണ് സിനിമയുടെ ടീം പുറത്തിറക്കിയത്. അതിനു മുമ്പ് തന്നെയായിട്ട് ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട്. ജിത്തു മാധവനാണ് സംവിധാനം. സുഷിൻ ശ്യാമാണ് മ്യൂസിക്. നെസ്ലിൻ നസ്രി എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ. എന്തായാലും പടം ഉടൻ തിയേറ്റർ റിലീസ് വരുന്നതാണ്. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.